കുഞ്ഞിത്തത്തയിലെ പ്രിയമുള്ള കൂട്ടുകാരെ നമസ്കാരം. നമ്മൾ കുറേ ഇടവേള വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം സ്കൂളുകളൊക്കെ തുറന്നു. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ, അതായത് KG സെക്ഷൻ മുതൽ 15ാമത്തെ വയസ്സ് വരെ, അതായത് 10ാം ക്ലാസ് വരെയുള്ള സുഹൃത്തുക്കളാണല്ലോ നമുക്ക് ഈ കൂട്ടായ്മയിലുള്ളത്. അതിൽ നമ്മുടെ മുതിർന്ന ചേട്ടന്മാർ, ചേച്ചിമാർ അവർ നല്ല റിസൾട്ട് വാങ്ങിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോൾ സംസ്ഥാനത്തെമ്പാടും നല്ല റിസൾട്ടാണ് വന്നത്. അത് +2നും അത് തന്നെ നല്ല റിസൾട്ടാണ് വന്നത്. അപ്പോൾ നല്ല റിസൾട്ടൊക്കെ വാങ്ങിച്ച് ഉപരിപഠനത്തിന് നമ്മുടെ കുറേ ചേച്ചിമാരും ചേട്ടന്മാരും അങ്ങോട്ട് പോവുകയാണ്. പ്രായം കൂടിത്തോറും നമുക്കറിയാം, തീർച്ചയായും നമുക്ക് പുതിയ കൂട്ടുകാർ വന്നു ചേരും. പുതിയ കൂട്ടുകാർ KG സെക്ഷനിൽ നോക്കാൻ നമുക്ക് വന്നു ചേരും ഇങ്ങോട്ട്. അപ്പം നമ്മുടെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഓരോ ചേട്ടന്മാരും ചേച്ചിമാരും നമ്മളോട് തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇവിടെ പറഞ്ഞ് അവരങ്ങോട്ടും പോയിക്കൊണ്ട് ഉപരിപഠനത്തിൽ പോലെ പഠിക്കുമല്ലേ, പഠിച്ചോട്ടെന്നേ, പഠിക്കാൻ പോകുന്നത് നല്ല കാര്യങ്ങളല്ലേ, അവരുടെയൊക്കെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടിയല്ലേ അത് പോകുന്നത്, പൊക്കോട്ടെ, നല്ലത് തന്നെ, സന്തോഷം. ഞാൻ ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ, നമ്മളിപ്പോൾ കുഞ്ഞിത്തത്തയുടെ സുഹൃത്തുക്കളോട് സ്കൂളൊക്കെ തുടങ്ങിയ സമയത്ത് നമ്മൾ സ്കൂളിൽ ചെന്നു, നമുക്കെല്ലാം പുസ്തകവും ബുക്കൊക്കെ കിട്ടി, നമ്മുടെ യൂണിഫോമുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പഠനത്തിലേക്കൊക്കെ അങ്ങോട്ട് കയറി വരുന്നു, ഒരു ലെവലിലേക്ക് നമ്മളൊക്കെ ആയി വരുന്നൊരു സമയം. എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, ഓർമ്മിപ്പിക്കുന്നൊരു, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. ഈ ലോകത്ത് നമുക്ക് ഏറ്റവും വലുതെന്താ? അറിവാണ്. ഏറ്റവും വലുത് അറിവാണ്. അറിവ് പരമാവധി നേടിയാൽ നമ്മൾ സമൂഹത്തിലാകെ അംഗീകാരം കിട്ടുന്നവർ, നല്ല വ്യക്തിത്വം ചിട്ടപ്പെടുത്താൻ കഴിയുന്നവർ, നല്ല ഭാവി ചിട്ടപ്പെടുത്താൻ കഴിയുന്നവർ ഒക്കെ ആയിട്ട് മാറും. അറിവാണ് എന്തിനും മീതെ നിൽക്കുന്നത്, അറിവാണ്. ആ അറിവ് നമുക്ക് തരുന്ന ആരാ? നമ്മുടെ ടീച്ചേഴ്സാണ്. നമ്മുടെ ടീച്ചേഴ്സല്ലേ അറിവ് തരുന്നത്. അപ്പോൾ നമ്മൾ അവരെ എങ്ങനെയാണ് കരുതേണ്ടത്? ആ ടീച്ചേഴ്സിനോട് നമ്മൾ എത്ര ബഹുമാനത്തോട്, കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിലാകെ നമ്മളൊരു 100-120 വയസ്സ് വരെയൊക്കെ അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും നമ്മൾ വലിയ മഹാന്മാരും മഹാപ്രതിഭകളും ഒക്കെ ആയി തീർന്നാലും അതുവരെ നിലനിൽക്കുന്നതിൻ്റെ അടിത്തറ നമുക്ക് പാകിത്തരുന്ന ആരാ? നമ്മുടെ ഈ ഗുരുക്കന്മാരാണ്. പണ്ടൊക്കെ ഈ ടീച്ചേഴ്സിനെ ഗുരുക്കന്മാരെന്നാണ് പറഞ്ഞത്, അങ്ങനെയല്ലയോ, കേട്ടില്ലയോ? അങ്ങനെ ഗുരുക്കന്മാരെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഗുരുക്കന്മാരെ നമ്മൾ എങ്ങനെ കരുതണം, അതൊരു പ്രധാന ഘടകമാണ്. പലയിടങ്ങളിലും നമുക്കറിയാം ഗുരുക്കന്മാരോട് ദേഷ്യപ്പെടുക, വേറെ തരത്തിൽ അവരെക്കുറിച്ച് അതൊക്കെ പറയുക, ഇങ്ങനെയൊക്കെ ചില ചീത്ത കുട്ടികൾ ചെയ്യാറുണ്ട്. നമ്മളൊന്നും ആ കൂട്ടത്തിലൊന്നുമല്ല. ഇക്കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നമുക്ക് നമ്മുടെ ഭാരതത്തിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ഭാരതത്തിൽ ധാരാളം ഉപനിഷത്തുകളുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഉപനിഷത്തുകൾ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തിൻ്റെ ഒരു വലിയ ശേഖരമാണ് നമ്മുടെ ഉപനിഷത്തുകൾ. ആ ഉപനിഷത്തുകളിൽ പ്രധാനപ്പെട്ടത് 108 നിങ്ങൾ കേട്ടിട്ടുണ്ട്, അറിയാവുന്ന കാര്യമാണ്. അതിൽ അപ്രധാനമല്ലാത്ത ഒന്നാണ് ശാക്യായനീയോപനിഷത്ത്. എന്താ? ശാക്യായനീയോപനിഷത്ത്. അത് ശാക്യായന മഹർഷി എന്ന് പറഞ്ഞൊരു മഹർഷി എഴുതിയതാണ്. ശാക്യായന മഹർഷി ഇന്നത്തെ എഴുത്ത് പോലൊന്നും അല്ല. അന്നത്തെ എഴുത്തറിയാമല്ലോ, ഈ പനയുടെയൊക്കെ ഓല വെച്ച് അതൊക്കെ ഭംഗിയാക്കി വൃത്തിയാക്കി അതിനെ തലക്കെട്ടൊക്കെ കെട്ടി അതിൽ നാരായം എന്ന് പറഞ്ഞ് ഇരുമ്പിൻ്റെ ഒരു കഷ്ണം വെച്ച് ഇങ്ങനെ എഴുതി അപ്പോൾ ഒന്നുകൊണ്ടിരുന്നത്. അന്ന് പേപ്പറൊന്നും ഇല്ലല്ലോ, പേനയില്ലല്ലോ, പെൻസിലില്ലല്ലോ, മഷിയില്ലല്ലോ. നമ്മളൊക്കെയാണ് ഭാഗ്യവാന്മാർ. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും അല്ലല്ലോ. ആ കാലഘട്ടത്തിലാണ് അങ്ങനെ ശാക്യായന മഹർഷി എഴുതിയതിൽ പറയുന്നതാണ്, ഒരു വാക്കേ ഒരു ഗുരു പഠിപ്പിച്ചുള്ളെങ്കിലും ആ ഗുരുവിനെ നിന്ദിക്കുന്ന അഥവാ വന്ദിക്കാത്ത ശിഷ്യൻ്റെ അറിവ്, ശിഷ്യൻ്റെ പാണ്ഡിത്യം പച്ച മൺകുടത്തിലെ ജലം കണക്കെ നശ്വരമാകും. എന്ന് പറഞ്ഞാൽ ഒരു ഗുരു നമ്മളെ ഒരക്ഷരമേ പഠിപ്പിച്ചുള്ളൂ, അത്രയേ ഉള്ളൂ. പക്ഷേ ആ അക്ഷരവും നമുക്ക് തന്ന ഗുരുവല്ലേ. ആ ഗുരുവിനെ വന്ദിക്കാത്ത അഥവാ നിന്ദിക്കുന്ന ശിഷ്യൻ്റെ അറിവ്, ശിഷ്യനങ്ങ് പഠിച്ച് മഹോപണ്ഡിതനായി മാറിയിരിക്കട്ടെ, ആ പാണ്ഡിത്യവും പച്ച മൺകുടത്തിലെ ജലം കണക്കെ നശ്വരമാകും. നമ്മുടെയൊക്കെ കുടവും കലമൊക്കെ ഉണ്ടാക്കുന്ന അറിയാമല്ലോ, മണ്ണ് കൊണ്ടാണ് മണ്ണ് കുഴച്ചൊരു പ്രത്യേക രൂപത്തിൽ, അത് വലിയ വിദഗ്ധ ജോലിയൊക്കെയാണ്. ആ ജോലി ചെയ്താണ് നമ്മുടെ കുടവാക്കുന്നത്. ആ കുടവോ കലമോ ഒക്കെ ആക്കിക്കഴിഞ്ഞാൽ അത് തീക്കകത്ത് ചുടും. ആ ചുട്ടാണ് ഇതിൻ്റെ ഉറപ്പ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കലമായിട്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റുന്നത്. പക്ഷേ അതിന് പകരം
ആ ചുടുന്നതിന് മുമ്പ് പച്ച മണ്ണ് കുഴച്ചിങ്ങനെ ഇരിക്കുക. നമ്മളൊക്കെ അരിയും കറിയും കളിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, മണ്ണൊക്കെ കുഴച്ചൊക്കെ മണ്ണപ്പമൊക്കെ ഉണ്ടാക്കുന്നത്, അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ തീ കൊണ്ട് ചുടാത്ത ഈ കലം, ആ കലത്തിൽ വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും? ഷോന്ന് മൊത്തം അങ്ങ് പോകും. മനസ്സിലായോ? അത് മൊത്തം അങ്ങ് പോകും. അപ്പോൾ ആ രൂപത്തിൽ പച്ച മൺകുടത്തിലെ ജലം കണക്ക് നശ്വരമാകും, നശിച്ചു പോകും. ആ ജലം നമുക്കെടുക്കാൻ കഴിയുമോ? ഒരു തടം വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടെ എന്നെ ഓർപ്പിക്കുന്നു, ശാക്യായന മഹർഷി എഴുതിയ ശാഠ്യായനീയോപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നതാണ്, ഒരു അക്ഷരമേ പഠിപ്പിച്ചുള്ളൂവെങ്കിലും ആ ഗുരുവിനെ വന്ദിക്കാത്ത അഥവാ നിന്ദിക്കുന്ന ശിഷ്യൻ്റെ പാണ്ഡിത്യം പച്ച മൺകുടത്തിലെ ജലം കണക്കെ നശ്വരമാകും. ഞാനിത് സൂചിപ്പിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗുരുക്കന്മാരെ, നമുക്ക് അറിവ് തരുന്നവരെ നമ്മൾ വന്ദിക്കണം, അവരെ അംഗീകരിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. അവരാണ് നമ്മുടെ എല്ലാം. നമ്മുടെ ഭാവിയിൽ നമുക്ക് എന്തായി തീരാൻ കഴിയുമോ അതൊക്കെ ആക്കി തീർക്കുന്നതിന് അടിത്തറയിടുന്ന നമ്മുടെ ഗുരുക്കന്മാർ. ഇന്ന് പലപ്പോഴും ചിലയിടങ്ങളിൽ ചില ചീത്ത കുട്ടികൾ അങ്ങനെയൊന്നുമല്ല, സാറിനെയൊക്കെ ഇരട്ട പേരിട്ട് വിളിക്കുകയും സാർ അതൊക്കെ പറയുകയും ഇങ്ങനെയൊക്കെ പറയുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ ഇല്ലേ? നമ്മുടെ കൂട്ടുകാരല്ലത്, നമുക്ക് നല്ല കൂട്ടുകാരേ ഉള്ളൂ. ആ തരത്തിൽ ഈ ഗുരുക്കന്മാരെ എങ്ങനെ നമ്മൾ കാണണം എന്ന ഒരു ചിന്ത അത് നിങ്ങളിലൊന്ന് തട്ടി ഉണർത്തുക. നിങ്ങൾക്കൊക്കെ അറിയാം, ഒന്ന് ഓർമ്മപ്പെടുത്തുക, ഒന്ന് തട്ടി ഉണർത്താനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ച്. ഞാൻ അഡ്വക്കേറ്റ് കെ.എൻ. മോഹൻദാസ്.